ഗുഡ്. നിങ്ങളുടെ കൺസെപ്റ്റ്സ് എല്ലാം നന്നായിട്ടുണ്ട്. ദ തേർഡ് വൺ, നമുക്കത് മതി. യെസ് സർ. ചുങ്കത്തിൻ്റെ ഇതുവരെയുള്ള ആർട്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ നമ്പർ 1 ആഡ് കമ്പനീസ്. തൻ്റെ ഫേമിൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? സർ ആർട്ടിക ആഡ് സോൺ. നിങ്ങളെപ്പോലുള്ള പുതിയ ഫേമിന് ചുങ്കത്തിൻ്റെ ഈ ആഡ് തരുമ്പോൾ ഞാൻ എടുക്കുന്ന റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. പിന്നെ തൻ്റെ ഈ ഷോറിൽ അതെനിക്ക് യൂഷ്വൽ പാറ്റേണിൽ നിന്ന് വല്ലാത്തൊരു ചേഞ്ച് ഫീൽ ചെയ്തു. താങ്ക് യു സർ. ബട്ട് ആനന്ദ്, ഹൂ വിൽ ബി ദ മോഡൽ? സർ, ഇവിടുത്തെ ലീഡിംഗ് മോഡൽസ് എല്ലാവരും ഞാനായിട്ട് കോപ്പറേറ്റ് ചെയ്യും ബിക്കോസ് ഓഫ് മൈ കമ്പനീസ് ഗുഡ് വിൽ. പിന്നെ ഇനി അതല്ല, സെലിബ്രിറ്റീസ് ആണെങ്കിൽ ലൈക്ക് ഫിലിം സ്റ്റാർസ്, സ്പോർട്സ് സ്റ്റാർസ്, അത് നമുക്ക് അവൈലബിൾ ആണ്. ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആരെയും ചുങ്കത്തിൻ്റെ ഈ ആഡിന് നമുക്ക് വേണ്ട. സിമ്പിൾ ആൻഡ് ക്യാച്ചി. അതാകണം ചുങ്കത്തിൻ്റെ ഈ അഡ്വർടൈസിങ് ക്യാമ്പയിൻ. കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ ഇടം നേടേണ്ടത് ഞങ്ങളുടെ ഓർണമെന്റ്സ് ആണ്. ആനന്ദ്, ഈ ആഡിന് നമുക്കൊരു പുതിയ മോഡലിനെ കണ്ടെത്തണം. ന്യൂ ഫേസ് ആകുമ്പോൾ പ്രൊഡക്റ്റിനൊരു ഫ്രഷ്നെസ്സും ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാവും. ഷുവർ സർ. I believe you will be a real asset for our company. മനുഷ്യന്റെ ഉള്ള ജീവൻ പോയി. അതൊക്കെ നിക്കട്ടെ, പറ ട്രീറ്റ് എപ്പോഴാ? എപ്പോ വേണമെങ്കിലും ഞാൻ റെഡി. നീ ഫിക്സ് ചെയ്തോ. ഇപ്പൊ വേണം. ജന്തു, ഇതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ലേ? ഉണ്ടോ ഉണ്ടോ പറഞ്ഞു. എടീ, എക്സ്പ്രസ് യുവർ ഹാപ്പിനെസ്, ഡോണ്ട് പോസ്റ്റ്പോൺ ഇറ്റ് എന്നല്ലേ? ആയിക്കോട്ടെ, പക്ഷെ MD പറഞ്ഞ അടാറായിട്ട് നീ ഇവിടുന്ന് ഒപ്പിക്കും. അതൊക്കെ കിട്ടുപിടി, എനിക്കതൊന്നും ടെൻഷനില്ല. BGM നമ്മുടെ റോയ്സ് അവനത് പൊളിക്കും. പിന്നെ DOP ശരത്, കോർഡിനേഷൻ അന്നേ ബെസ്റ്റ്. അവളാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻസ് ആണ്, അതിപ്പോ ഫ്രെയിമിൽ നിന്ന് കണ്ണെടുക്കാൻ പാടില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. അതിപ്പോ ആരാ? അതിപ്പോ ആ സേതുനെ വിളിച്ചാ പോരെ, ഇന്നലെ കണ്ട കോസ്റ്റ്യൂം ഡിസൈനർ. സേതു ഒന്നും നോക്കാനില്ല, അവന്റെ ഡിസൈൻസിനൊക്കെ യൂണിക്നെസ് ഉള്ളതാ. പക്ഷേ അവൻ ചെയ്യുമെന്നാണ്. നമുക്കൊന്ന് ട്രൈ നോക്കാം. സേതുവിന് ഇപ്പം മനസ്സിലേക്കാണല്ലോ എൻ്റെ ടെൻഷൻ. ഭയങ്കര കോമ്പറ്റീഷനാണ് ഭായി. ഇതിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതെനിക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. പക്ഷേ പെട്ടെന്ന് ഞാനൊന്ന് പ്രിപ്പയർഡ് ആകട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. സേതു, എനിക്കറിയാം സേതു കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ബി ഗ്രാൻഡ് സക്സസ്. ഐ എം വെരി ഷുവർ അബൌട്ട് ദാറ്റ്. ഇനി സേതുവിന് പേയ്മെൻറ്റ് കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ? അങ്ങനെയൊന്നുമില്ല. ആനന്ദ് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കത് ചെയ്യാം. ഓക്കെ സേതു, അപ്പോൾ നമുക്കൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ വേണം. ഒരു ഡിസൈനറായിട്ട് മാത്രമല്ല, ഈ ആടിൻ്റെ ബെറ്റർമെന്റിന് വേണ്ടിയുള്ള എന്ത് സജഷനും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ എങ്ങനെ, ഹോട്ടൽ ചെക്കൗട്ട് അല്ലേ? പാസ് ചെയ്തു. ബാച്ചിലേഴ്സിന് ഇവിടെ ഒരു ഫ്ലാറ്റ് ഇടാന്ന് പറഞ്ഞാൽ വലിയ പാടാ പോയി. ഇത് പിന്നെ ഒരു ചിന്ന ഉടായ്പിലങ്ങ് ഒപ്പിച്ചെടുത്താ. ഞാനും ഇവളും ഹസ്ബൻഡും വൈഫാണെന്ന് ഹൗസ് ഓണർ ഒരു കാച്ചും കാച്ചി സംഗതി ക്ലീൻ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇഷ്ടപ്പെട്ടില്ല. സേതു കഴിക്കോ? ഇടയ്ക്ക്. അപ്പൊ നമുക്കൊന്ന് വൈകിട്ടൊന്ന് മജയാക്കണം. രണ്ടെണ്ണം വിട്ടതാ ഇവിടെ ഒന്ന് ഇങ്ങനെ നിൽക്കണം. ഈ കൊച്ചിയുടെ മണവും ഗുണവും ഒക്കെ കിട്ടും ഇവിടെ നോക്കിയ. യു ആർ എ മൈസർ. സംസാരിക്കാൻ ഭയങ്കര പിശുക്കാണല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല, വായ തോന്നി എല്ലാം പറയും. തൻ്റെ ക്യാരക്ടർ ഞാൻ മാറ്റും. കുറച്ചാലും നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ, നമ്മൾ ശരിയാക്കടോ. ഇത് പൊളിച്ചു. ഇതൊരു കിടിലേക്ക് ക്യാപ്ഷൻ ഇടണം. മിനിമം 1000 ലൈക്സ് എങ്കിലും മേടിച്ചെടുക്കണം. അല്ലേ കബൂറാവൂട്ടാ. ഇത് തന്നെ നീ കഴിഞ്ഞ ഡബിന് പറഞ്ഞത്. എന്നിട്ട് കിട്ടിയതോ വെറും 39 ലൈക്ക്. അതിന്റെ പെർഫോമൻസ് മോശം കാരണം. വന്ന് കേറിയില്ലല്ലോ, അപ്പോഴത്തേക്കും തുടങ്ങിയ വെറുപ്പിക്കല്. അതെങ്ങനെയാ? ഓസിന് വൈഫൈ അടിക്കാൻ വേണ്ടിട്ടല്ലേ ഇതിങ്ങളിവിടെ വന്നത് തന്നെ. ഒന്ന് പോടാ അവിടുന്ന്. സൈലൻസ്.
ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കരുന്ന് പല തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ പറഞ്ഞു വരുമ്പോ ഇയാള് വലിയ ക്രിയേറ്റിവിറ്റി മൂത്ത ആളും നമ്മളൊക്കെ മണ്ടന്മാരും. ജാടത്തേണ്ടി. ഓ സമ്മതിച്ചു. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ട് കളയാ. ഡലബാനെ നീ ഡിസൈൻ ഫൈനലൈസ് ചെയ്തോ? നെറ്റ് ശോകം ഞങ്ങൾക്ക് നെറ്റ് ഉണ്ടല്ലോ. എന്ന് അടിച്ചടിച്ചിട്ട് തരാം. നിങ്ങൾ വരുന്നുണ്ടോ? നീ ഒന്ന് ഇവിടെ ഇരുന്നേ. ഇരിക്ക്. നീ ഇത് ഫൈനലൈസ് ചെയ്തിട്ട് പോയാ മതി. അന്നാ എന്നാ സേതു, ഇത് നമ്മുടെ ഓഫീസ്. വാ. കോഫി. താങ്ക്സ്. ഈ ബാംഗ്ലൂരൊക്കെ മച്ചാൻ പൊളിയായിരിക്കും അല്ലേ? നൈറ്റ് ലൈഫും പബ്ബും ബാറും. ഓ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട്. ബാംഗ്ലൂർ വരാറുണ്ടോ? ആ എവിടെ? പെട്ടെന്ന് ചോദിച്ചപ്പോ സ്ഥലം അങ്ങോട്ട് കിട്ടാനില്ല. യോ അവിടെ ഒരു മരമുണ്ട്. ലാൽബാഗ്. ആ അത് തന്നെ. തനിക്ക് ലാൽബാഗിൽ മൊത്തം കണക്ഷൻ ആണ്. ഇത് കൊള്ളാം. അടുത്ത പ്രാവശ്യം ജാം ചെയ്യാട്ടാ. ഇനി ഇതിലൊരു ഫീമെയിൽ ഹമ്മിങ് കൂടി വരും. അപ്പൊ കുറച്ചും കൂടി ഫീൽ ആവും. അതെവിടെയാണ്? ശരത്തെ, എന്താണ്? എങ്ങനെയുണ്ടെടാ? ബെറ്റർ ദാൻ ബിഫോർ. വിഷ്വൽസ് ഫുൾ ഒരു 48 ഫ്രെയിംസ് കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ. ഏത്? സേതു, അവന് അധികം ചെവി കൊടുക്കണ്ട. ലബാനെ വാ, ഷോ മീ ഡിസൈൻസ്. പിള്ളേർക്ക് ഡിസൈൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ലബാനെ, ആ ഈ ബ്രൗണിന്റെ ഡെപ്ത് കുറച്ചുകൂടെ കൂട്ടണം. കൂട്ടാം. എന്നിട്ട് ഫൈനൽ ചെയ്തിട്ട് നീ എന്റെ മെയിലേക്ക് ഇടണം. ഓക്കെ? ഇടാം. അജറി, എടാ നീ അയച്ച ഫോട്ടോസ് ഞാൻ കണ്ടു. അതിപ്പോ ഈ ശ്രേയും ടീനയും ആശയും മരക്കത്തിനല്ലേ? ആ പിന്നെ രണ്ടുപേര് കൊള്ളാം. പക്ഷേ അവർ നമ്മുടെ ആഡിന് ആപ്റ്റല്ല. അതൊന്നും ശരിയാവില്ല. നീ നാളത്തേക്ക് എന്തായാലും എനിക്ക് ഫൈനലിസ്റ്റ് താ. ഓക്കെ? ശരി. അന്നാ, നീ എത്രയും പെട്ടെന്ന് ഒരു ഓഡിഷൻ അറേഞ്ച് ചെയ്യ്. ഷുവർ. ഓക്കെ. അജറി, ഏയ് അതൊന്നും ശരിയാവില്ല. എടാ ഈ ബോംബെ മോളസിനെ കണ്ടാലൊരു ഓഞ്ഞ ലുക്ക. പിന്നെ മേക്കനെ ഭയങ്കര പാടാ. നീ അത് വിട്ടുപിടി. എടാ ഓഡിഷനൊക്കെ നടത്തി വെറുതെ സമയം കളഞ്ഞ മിച്ചം. എടാ ക്ലയന്റിന് ആപ്റ്റിയ ഒറ്റ മോഡൽ വന്നില്ല. നീ ട്രൈ. നാളെ വിളിക്കാം. ഡാ, നീ ഇത്ര ടെൻഷനാവല്ലേ? ആ ക്ലയന്റ് ഇന്നോടെ വിളിച്ചു. അവർക്ക് ഈ ആഴ്ച ഷൂട്ട് ചെയ്യണം. നീ എന്ത് പറഞ്ഞു? സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഞാനൊരാളെ സജസ്റ്റ് ചെയ്യട്ടെ. അല്ല റാം പെർഫോമൻസ് ആയിരിക്കും. അവളെ മോഡലൊന്നുമല്ല. പക്ഷേ നീ പറഞ്ഞ ഫീച്ചേഴ്സ് വെച്ച് അവൾ ഈ ആഡിന് ആപ്റ്റായിരിക്കും. നീ വളച്ചെടുത്ത കാര്യം പറ. നന്ദിത. ഷീസ് മൈ നെയ്ബർ ഇൻ ബാംഗ്ലൂർ. എടാ ഇതൊക്കെ നീ അവളെ അറിയാതെ എടുത്ത ഫോട്ടോസാണ്. ഫ്രെയിമിങ്ങിനൊക്കെ ഒരു പന്തികേട്. ആളെങ്ങനെയുണ്ട്? എന്തായാലും നിന്റെ സെലക്ഷൻ അല്ലേ, മോശം വരില്ല. നീ അവളോട് വരാൻ പറ, നമുക്കിത് ഫിക്സ് ചെയ്യാം. എനിക്ക് കുറച്ച് സമയം താ. ഞാൻ അവളോട് പറഞ്ഞു ഒന്ന് കൺവിൻസ് ചെയ്യാം. അതൊന്നും എനിക്കറിയില്ല. ഞാൻ നാളെ ഡേറ്റ് ഫിക്സ് ചെയ്യും. ഷീൽ പെർഫോം ഇൻ ആഡ്. ഓക്കെ